ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 30. ബീഹാർ അവസരവാദത്തിന്റെ വികൃത മുഖം. ഉടൻ നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടുന്നതിൽ BJPക്കുള്ള പരിഭ്രമത്തിന് തെളിവാണ് ബീഹാറിലെ രാഷ്ട്രീയ പ്രഹസനം. 2019 303 സീറ്റ് നേടിയ BJPക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വൻതോതിൽ കുറയുമെന്ന വിവിധ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിരുന്നു. മോദി ഗ്യാരണ്ടിയും രാമക്ഷേത്രവും ഒക്കെ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടാൻ BJPക്ക് ഈ സാഹചര്യത്തിൽ വേണ്ടത്ര ആത്മവിശ്വാസമില്ല. വികസനമോ ജനക്ഷേമ പദ്ധതികളോ മുൻനിർത്തി പ്രചാരണം നടത്താനുള്ള വകയുമില്ല. ഇതേ തുടർന്നാണ് പണിതീരാത്ത രാമക്ഷേത്രത്തിൽ തിരക്കിട്ട് പ്രതിഷ്ഠ നടത്തിയത്. ഇതിന്റെ പേരിൽ രാജ്യമാകെ ഇളക്കിമറിക്കാൻ ശ്രമിച്ചിട്ടും സംഘപരിവാറിന് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ കാര്യമായ ചലനമുണ്ടായില്ല. അടുത്ത പണി എന്ന നിലയിൽ രാഷ്ട്രീയ അട്ടിമറികൾക്കാണ് നീക്കം. JDU വിട്ടുപോയതോടെ പിന്നാക്ക രാഷ്ട്രീയത്തിന് വേരോട്ടമുള്ള ബീഹാറിലെ 40 ലോക്സഭാ സീറ്റ് BJPക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി മാറിയിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തറ പറ്റുമെന്ന ഭീതി BJPയെ വേട്ടയാടി വന്നു. നിതീഷ് കുമാർ വീണ്ടും തങ്ങൾക്കൊപ്പം ചേരുമെന്ന് മാധ്യമങ്ങളെ ഉപയോഗിച്ച് BJP പ്രചാരണം നടത്തി വരികയായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഈ പ്രചാരണത്തിൽ പങ്കാളിയായി എന്ന ആരോപണവും ഉയർന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ബീഹാറിൽ JDU നേതാക്കൾക്കെതിരെ നടപടിക്ക് തുടക്കമിട്ടിരുന്നു. ഇതിന്റെയൊക്കെ പരിണിതഫലമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അച്ഛൻ നൽകിയ വാക്ക് പാലിക്കാൻ അധികാരവും രാജ്യവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ രാമനെയാണ് രാമായണം അവതരിപ്പിക്കുന്നത്. രാമന്റെ പേരിൽ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്ന BJP ആകട്ടെ അധികാരം മാത്രം ലക്ഷ്യമിട്ട് നെറികെട്ട പ്രവൃത്തികൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട് BJPയോടൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായത്. നിലവിലെ സ്ഥിതിയിൽ തൃപ്തിയില്ലെന്നും പഴയ കൂട്ടുകാർക്കൊപ്പം ചേരുകയാണെന്നും മാത്രമാണ് നിതീഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം JDUവിന്റെ ദേശീയ വക്താവ് KC ത്യാഗി പറയുന്നത് ഇന്ത്യ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് താൽപ്പര്യം കാണിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം എടുത്തതെന്നാണ്. BJPയെ നേരിടുന്നതിൽ മതനിരപേക്ഷ പാർട്ടികൾക്കിടയിൽ സഹകരണം ശക്തമാകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ BJP പാളയത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ബീഹാറിലെ പ്രാദേശിക സഹകരണം മാത്രമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നും ഭാവി എന്താകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലെന്നും ത്യാഗി പറയുന്നു. 2022 ഓഗസ്റ്റിൽ അധികാരത്തിൽ വന്ന മഹാസഖ്യ സർക്കാർ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ MLAമാരുള്ള RJDക്കായിരുന്നു കൂടുതൽ മന്ത്രിമാരും. സർക്കാർ 4 ലക്ഷം പേർക്ക് ജോലി നൽകി. ജാതി സർവേ നടത്തുകയും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവ് കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. JDUവിന്റെ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ ഇതൊക്കെയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സംസ്ഥാനത്തെ പിന്നാക്ക രാഷ്ട്രീയത്തിന്റെ വക്താവും പ്രയോക്താവുമായിരുന്ന കർപ്പൂരി ഠാക്കൂറിന്റെ പേരിലാണ് BJPയുടെ പുതിയ കളികൾ. കർപ്പൂരി ഠാക്കൂറിന് കേന്ദ്രം ഭാരതരത്ന പ്രഖ്യാപിച്ചതോടെയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ വീണ്ടും കലങ്ങിമറിച്ചിലുണ്ടായത്. ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് 26% സംവരണം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ സംഘപരിവാർ ശക്തികളുടെ വേട്ടയാടലിന് വിധേയനായ നേതാവാണ് കർപ്പൂരി ഠാക്കൂർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഖ്യാതി തട്ടിയെടുക്കാനാണ് BJP ശ്രമം. അങ്ങേയറ്റത്തെ അവസരവാദത്തിന്റെ സൃഷ്ടിയാണ് ബീഹാറിലെ പുതിയ സർക്കാരെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കും BJP കണ്ണുവെച്ചിട്ടുണ്ട്.